അപ്പം നമ്മൾ ഇന്ന് രാവിലെ പള്ളിയിൽ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ എത്ര 9:30 കുർബാന. ഇപ്പോൾ സമയം ഏതാണ്ട് 8:15 8:30 ആവാറായിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് നേരത്തെ പോവുകയാണെങ്കിൽ പ്രാക്ടീസൊക്കെ ചെയ്യാമല്ലോ എന്ന് ഓർത്താണ് കുറച്ച് നേരത്തെ ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ മാർട്ടിനും ഉണ്ട്, അവന് ഓൾട്രാ ബോയ്സിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് അവനും നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. മാർട്ടിന് എത്ര നേരം നിൽക്കേണ്ടി വരുമോ, റാസ കുർബാന ആയതുകൊണ്ട് എത്ര നേരം നിൽക്കേണ്ടി വരുമോ എന്നുള്ള സങ്കടത്തിലൊക്കെയാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ വീഡിയോസൊക്കെ പറ്റുന്ന പോലെ എടുക്കാം. എത്രമാത്രം കിട്ടുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇന്ന് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ നമ്മുടെ പള്ളിയിൽ ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈശ്വരക്കുള്ള ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ കഴിഞ്ഞ് വരുന്ന പിറ്റേ ഞായറാഴ്ച എന്നുള്ളതാണ്. അപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച ആയിരുന്നല്ലോ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ. അപ്പം ഇന്നാണ് നമ്മുടെ പള്ളിയിൽ ആഘോഷിക്കുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ എത്രമാത്രം കിട്ടുമെന്ന് നോക്കിയിട്ട് എടുക്കാം. അപ്പം നമുക്ക് നല്ല വീഡിയോസ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ പള്ളിയിൽ ജിസ്മോൻ എടുത്ത വീഡിയോസ് ആയിരുന്നു കേട്ടോ അതൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചായിരുന്നു കിട്ടാൻ പാടായിരിക്കും എന്നൊക്കെ വിചാരിച്ച് നമുക്ക് അത്യാവശ്യം എല്ലാ തന്നെ വീഡിയോസും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഒക്കെയുള്ള വീഡിയോസ് തന്നെയായിരുന്നു. ആ റാസ കുർബാനയുടെ ഓരോ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ആയിരുന്നു. ഇപ്പം ഞങ്ങൾ വിങ്സ് നിൽക്കുന്നതുകൊണ്ട് കുർബാനയുടെ ഭാഗങ്ങളൊന്നും അത്ര നന്നായിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ അവൻ അതെല്ലാം നല്ല അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എടുത്തു തന്നു. പിന്നെ പ്രദക്ഷിണത്തിന് ഓരോ രൂപങ്ങളിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഓരോ വാർഡിൻ്റെ ഓരോ വിശുദ്ധന്മാരുണ്ട്. അപ്പോൾ ഓരോ വിശുദ്ധന്മാരുടെ രൂപവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രദക്ഷിണമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പള്ളിയാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു സ്നേഹവിരുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്കുണ്ടായിരുന്നു അപ്പവും മുട്ടക്കറിയായിരുന്നു ഉണ്ടായിരുന്നു. അപ്പം കുർബാനയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിച്ചൊക്കെ നിന്നതിൻ്റെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് കൊടി ഇറങ്ങി നമ്മൾ പള്ളിയിലൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. വലിയ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. എന്നാൽ ഇത്ര നേരം കുർബാന കഴിയുന്നിടം വരെ ഒന്നും മഴ പെയ്തിട്ടില്ലായിരുന്നു. അപ്പം മാട്ടിനവിടെ ജൂലൈ 3 പ്രാക്ടീസിന് വേണ്ടിയിട്ട് നിന്നേക്കും. അപ്പോൾ അവൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഞാനിങ്ങോട്ട് പോകുന്നു. അത്ര നേരം വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പോകുന്നു. ചെറുതായിട്ട് മഴ തോന്നുന്നൊക്കെയുണ്ട്. അപ്പം അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബൈ.